ഇഷാൻ എന്നൊരു കുഞ്ഞുണ്ടായിരുന്നു. അവൻ ലോകത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്ന കുട്ടിയാണ്. കുടിക്കാനുള്ള വെള്ളം തലയിലൊഴിക്കുന്നത് പോലും അവനെ കളിയാകുന്നു. പക്ഷേ പഠനത്തിലും അക്കങ്ങളിലും അവൻ പിന്നിലാണ്. 3 ഗുണിച്ച് 9 എത്ര എന്ന് ചോദിച്ചാൽ ആത്മവിശ്വാസത്തോടെ 3 എന്ന് പറയും. മകന്റെ പരാജയം അച്ഛനെ ക്രുദ്ധനാക്കി. കടുത്ത ശാസനയ്ക്ക് ശേഷവും ഇഷാൻ കരയുന്നില്ല. 0 മാർക്ക് കിട്ടിയ പേപ്പർ ഒരു നായയ്ക്കെറിഞ്ഞ് അവൻ വീണ്ടും കളിയിലേർപ്പെടുന്നു. അവൻ കലഹകാരനല്ല, സ്വന്തം ലോകത്ത് നഷ്ടപ്പെട്ടുപോയൊരു കുട്ടിയാണ്. ക്ലാസ്സിലും അവന്റെ ബുദ്ധിമുട്ട് തുടരുകയാണ്. വായിക്കാൻ പറഞ്ഞാൽ അവൻ പറയുകയാണ്. അക്ഷരങ്ങൾ നൃത്തം ചെയ്യുന്നതുപോലെ തോന്നുന്നു. അധ്യാപകനു അതൊരു കളവായി തോന്നി. കുട്ടികൾ ചിരിക്കുകയാണ്. ഇഷാൻ വീണ്ടും ഒറ്റപ്പെടാൻ തുടങ്ങി. ഇവനൊരു മണ്ടനാണ് എന്ന് കരുതിയ അച്ഛൻ അവനെ ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. കുടുംബം വിട്ടുപോകുന്നത് നോക്കി നിൽക്കുന്ന ഇഷാൻ സങ്കടമാവൻ തുടങ്ങി. പുതിയ സ്കൂളിലും പരിഹാസവും അപമാനവും തുടരുന്നു. ചിലപ്പോൾ അധ്യാപകർ ചോക്കെറിഞ്ഞ് അവനെ കളിയാക്കും. ചില സമയങ്ങളിൽ വേദന സഹിക്കാനാകാതെ ഇഷാൻ ബാത്റൂമിൽ ഒളിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴാണ് ജീവിതം മാറുന്നത്. ഒരു പുതിയ ആർട്ട് ടീച്ചർ വരുന്നു. ഇഷാന്റെ ശൂന്യമായ നോട്ട്ബുക്ക് കാണുമ്പോൾ അവൻ സത്യം മനസ്സിലാക്കുകയാണ്. ഇഷാൻ ഡിസ്ലെക്സിയ ബാധിതനാണ്. അവന്റെ കണ്ണുകളിൽ അക്ഷരങ്ങൾ ശരിക്കും നൃത്തം ചെയ്യുന്നു. അധ്യാപകൻ ക്ലാസ്സിൽ ഒരു കഥ പറയാൻ തുടങ്ങിയത് വായന വെറുത്ത് പുസ്തകങ്ങൾ കീറിക്കളഞ്ഞ് പെൻസിലുകൾ ഒടിച്ച് ഒരു കുട്ടിയുടെ കഥ. കുട്ടികൾ ചിരിക്കുന്നു. അത് ഇഷാനെക്കുറിച്ചാണെന്ന് കരുതുന്നു. പക്ഷേ അധ്യാപകൻ പറയുകയാണ്, ആ കുട്ടി ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. ആദ്യമായി ഇഷാൻ തന്റെ വില മനസ്സിലാക്കപ്പെടുന്നത്. അവന്റെ മുഖത്ത് പുഞ്ചിരി വിരിയാൻ തുടങ്ങി. അധ്യാപകന്റെ ക്ഷമയുള്ള വഴികാട്ടലിൽ ഇഷാൻ പഠിക്കാൻ തുടങ്ങുന്നു. എഴുതാനും വരയ്ക്കാനും സ്വയം വിശ്വസിക്കാനും അവൻ പഠിക്കാൻ തീരുമാനിച്ചു. അവന്റെ ചിത്രങ്ങൾ പ്രിൻസിപ്പാലിന് കാണിച്ച് ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ അനുമതി നേടിക്കൊടുക്കുന്നു. ഇഷാൻ ഒരു അത്ഭുതകരമായ ചിത്രം വരയ്ക്കുന്നു. 1ാം സമ്മാനം നേടുകയും ചെയ്തു. അവന്റെ ജീവിതം മാറ്റിയ അധ്യാപകനെ അവൻ ചേർത്ത് പിടിക്കുന്നു. പരിഹാസത്തിനു പകരം ആദ്യമായി അവന് ലഭിക്കുന്നത് കയ്യടികളും അഭിനന്ദനങ്ങളുമാണ്.